ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ 5-ാം ദിവസത്തിലെ തിരച്ചിലിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഇപ്പോൾ ചൂരൽമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സൈന്യത്തിന്റെ വാഹന വ്യൂഹം ഇപ്പോൾ ഇങ്ങോട്ട് എത്തുകയാണ്. അതിന്റെ ഒരു തിരക്കുണ്ട്. സൈന്യത്തിന്റെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് വേണ്ടി മറ്റുള്ള വാഹനങ്ങളെയും ആളുകളെയൊക്കെ പോലീസ് നിയന്ത്രിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ, പ്രത്യേകിച്ച് നമുക്ക് ചൂരൽമലയിൽ നിന്നും ബെയിലി പാലം വഴി ആണ് മുണ്ടക്കൈയിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ ആ ഭാഗത്ത് ഒരല്പം ഒരു ട്രാഫിക് നിയന്ത്രണ സംവിധാനം ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സൈന്യത്തിന്റെ വാഹനങ്ങളും അതുപോലെ തന്നെ പ്രവർത്തകരുടെ പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ ഇന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. കാരണം ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു, രാത്രിയാകുമ്പോഴേക്കും ഇത് കൂടുതൽ ഇതിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ഇടപെടുന്നു. രണ്ടാമത് വീണ്ടും തെരച്ചിൽ നടത്തുന്നു. രാത്രി അതിന് തടസ്സമായി മാറുന്നു ഇരുട്ട്. അതുപോലെ തന്നെ മഴ വില്ലനായി മാറുന്നു. അതുകൊണ്ടൊക്കെ തന്നെ കുറച്ചുകൂടി നേരത്തെ തന്നെ കാര്യങ്ങൾ ആരംഭിച്ച് ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും, ഇന്ന് ഒരു തെരച്ചിലിന്റെ ഒരു അവസാന ദിവസമാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഒരു ജീവന്റെ തുടിപ്പ് തേടിയുള്ള ഇന്നലത്തെ ഒരു അവസാന ശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നലത്തെ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കാം. കാരണം ആദ്യം തിരച്ചിൽ അവസാനിപ്പിച്ചതാണ്. വീണ്ടും ചില തരത്തിലുള്ള ചില കോണുകളിൽ നിന്നൊക്കെ ആവശ്യം ഉയർന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു. ഒരിക്കൽ കൂടി അവിടെ ജീവന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് എത്ര മൃതദേഹം ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളതല്ല. ഒരു തുടിപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേതനയേറ്റ ഒരു ശരീരമെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കുന്നത് വരെ, അല്ലെങ്കിൽ അത് കണ്ടെടുക്കുന്നത് വരെ കരളുറപ്പോടുകൂടി കേരളം ഒപ്പം നിൽക്കുമെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അതിലെ പലതരത്തിലുള്ള വീക്ഷണങ്ങൾ അതേക്കുറിച്ച് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു സ്വകാര്യ കമ്പനിയുടെ റഡാർ ഉപയോഗിച്ച് നടത്തി അതിലെ തെറ്റുകളെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതെല്ലാം മാറ്റിവെക്കാം. നമ്മൾ അതിൽ കണ്ട തുടിപ്പ് എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ പോകുമ്പോൾ പറയുകയുണ്ടായി, അതൊരു പാമ്പിന്റെയോ അല്ലെങ്കിൽ എലിയുടെയോ ഒക്കെ ഒരു ശ്വാസത്തിന്റെ തുടിപ്പായിരിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ അതിനെതിരെ പലതരത്തിലുള്ള കമന്റുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് അതിൽ കേരളത്തിന് അഭിമാനിക്കാനുള്ളത്, എന്താണെങ്കിലും അവിടെ ഏതെങ്കിലും തരത്തിലൊരു ജീവൻ അവശേഷിക്കുന്നുണ്ടെന്നുള്ളൊരു ചെറു സൂചനയുണ്ടെങ്കിൽ അതിനുവേണ്ടിയും സമയം ചെലവിടാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടിയും കുറെ സമയം ചിലവിട്ടുകൊണ്ട് സംവിധാനങ്ങളെ മുഴുവൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറായി എന്നുള്ളത് കേരളം ഒപ്പം നിൽക്കുന്നു, ഈ ദുരന്ത ബാധിതർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു വലിയ സന്ദേശം കൂടിയായി നമുക്കതിനെ പോസിറ്റീവായി നമുക്ക് എടുക്കാൻ കഴിയും. ഏതായാലും നമ്മൾ 3-ാം ദിവസം തിരച്ചിൽ തന്നെ പറഞ്ഞിരുന്നു, 3 ദിവസം പിന്നിട്ടു, ഇനിയും ഒരു ജീവൻ അവശേഷിക്കാനുള്ള എല്ലാ സാധ്യതകളും വിരളമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി 4-ാം ദിവസം തിരച്ചിലേക്ക്, പ്രത്യേകിച്ച് മുണ്ടക്കൈ ഭാഗത്തേക്ക് യന്ത്രങ്ങളുടെ സഹായത്തോടെയുള്ള തിരച്ചിലേക്ക് പോകുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു, ഇനിയൊരു ജീവന്റെ തുടിപ്പ് അവിടെ അവശേഷിക്കാൻ സാധ്യതയില്ല. മറിച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് താഴെയൊക്കെയുള്ള ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും 4-ാം ദിവസത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ എന്നുള്ളത്. ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയതും. പക്ഷെ ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്ന തരത്തിലാണ് ഇന്നലെ വൈകുന്നേരം നടന്ന ആ ഒരു റഡാറിന്റെ ചില സാന്നിധ്യങ്ങളും റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെ ഉയർന്നത്. ഏതായാലും അതെല്ലാം ഒരു പോസിറ്റീവ് സൂചനകൾ തന്നെയാണ്. നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു തെരച്ചിലിലേക്ക് പോകുമ്പോൾ ഈ 5-ാം ദിവസം 6 സോണുകളായിട്ടാണ് തെരച്ചിൽ നടക്കുന്നത്. അതിൽ പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ മുണ്ടക്കൈ മേഖല, അതുപോലെ തന്നെ അട്ടമലയിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടാകാത്തൊരു മേഖലയാണ്. നമ്മൾ ആദ്യമൊക്കെ കരുതിയിരുന്നത്, അപ്പുറത്തേക്ക് നമ്മൾ പൂർണ്ണ സജ്ജരായി പോകുന്നതിന് മുമ്പ് നമ്മൾ കരുതിയിരുന്നത് അട്ടമലയിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ്. പക്ഷെ അട്ടമല ഭാഗത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ആ മേഖലയിലും ഇന്ന് ഒരു തെരച്ചിൽ ഒരു സംഘം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം മേഖല, മുണ്ടക്കൈയിലെ 2 വഴികൾ തിരിയുന്ന മേഖല, അവിടെയെല്ലാം, അതുപോലെ തന്നെ സ്കൂൾ റോഡ്, ആ മേഖലകളിലെല്ലാം തെരച്ചിൽ നടക്കുന്നുണ്ട്. ഏതായാലും യാത്രയിലാണെന്ന്
മനസ്സിലാകുന്നുണ്ട്. അവിടെ സൈന്യത്തിന്റെ വാഹനങ്ങൾ കടത്തിവിടുകയാണ്. അതിന് തന്നെയാണ് പ്രാധാന്യമുള്ളതും. അവർ അങ്ങോട്ടേക്ക് എത്തട്ടെ, രക്ഷാപ്രവർത്തനം ആരംഭിക്കട്ടെ. ഇന്നത്തെ രക്ഷാപ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ അവർ അങ്ങോട്ടേക്ക് ചെല്ലണം. അതിന് നമ്മൾ തടസ്സമുണ്ടാക്കേണ്ടതില്ല. എന്തായാലും അതിനുശേഷം ഷബീർ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ നിന്നും തത്സമയം ചേരുകയും ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ 338 പേർ മരിച്ചു എന്ന കണക്ക്, ആ കണക്കിൽ 146 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവരെ ഇനി തിരിച്ചറിയാനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൽ 1-2 പേർ മാത്രം അവശേഷിച്ച് നിരവധി സംഭവങ്ങൾ അവിടെയുണ്ട്. അത്തരത്തിൽ ആ ബാക്കിയുള്ളവർക്ക് അവരുടെ ഉറ്റവരുടെ മൃതദേഹങ്ങളെങ്കിലും ലഭിക്കണം, മൃതദേഹാവശിഷ്ടങ്ങളെങ്കിലും ലഭിക്കണം എന്നുള്ളത് അവരുടെ അവകാശമാണ്. അതെത്രത്തോളം സാധ്യമാകുന്നു എന്നുള്ളത് ഈ സമയത്ത് ഒരു വലിയ ചോദ്യമായി നിൽക്കുന്നു. പലരെയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. DNA ടെസ്റ്റ് അടക്കം നടത്തിയാൽ മാത്രമേ ഇനി അതാരാണ് എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. ആഭരണങ്ങൾ കണ്ടും കൈയിലെയും കാലിലെയും ഒക്കെ പച്ച കുത്തിയ അടയാളങ്ങൾ കണ്ടുമൊക്കെ തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ ഈ 146-ൽ പലതും അങ്ങനെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതാണ്. പലരുടെയും മുഖം അങ്ങേയറ്റം വികൃതമാണ്. തലയില്ലാത്ത ശരീരങ്ങളുമൊക്കെ ഉടലുകളുമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൈകൾ മാത്രം ലഭിച്ചവരുണ്ട്, വിരലുകൾ മാത്രം ലഭിച്ചവരുണ്ട്. അങ്ങനെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, ഇതാരാണ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. എല്ലാവരും ഒന്നാണ് എന്ന മനുഷ്യനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സംഭവമായി മാറുകയാണ് വയനാട്ടിലെ ദുരന്തം. ഇനി ആ നടപടികൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കൂടി നമുക്ക് നോക്കണം. അത് എത്രത്തോളം വേഗത്തിൽ സർക്കാർ അത് സാധ്യമാക്കുന്നു എന്നുകൂടി നോക്കണം. നമുക്കിനി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള കാര്യവും അതുതന്നെയാണ്. അന്ത്യകർമ്മങ്ങൾക്കായി അവരുടെ ഉറ്റവരുടെ ശരീരം അവർക്ക് അരികിലേക്ക് എത്തിക്കുക, അവർക്ക് നൽകുക, വിട്ടു നൽകുക എന്നുള്ളതാണ്. അവിടെയും ഏറ്റവും പ്രധാനമായി വരുന്ന കാര്യം അവരെവിടെ ആ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുമെന്നുള്ളതാണ്. വീടും പരിസരവും അവർ താമസിച്ചിരുന്ന ഇടവും ഓർമ്മകളും എല്ലാം അങ്ങേയറ്റം വേഗതയിലെത്തിയ ഉരുൾപൊട്ടൽ തുടച്ചു നീക്കിയിരിക്കുന്നു. കിട്ടിയാൽ തന്നെ ആ ശരീരങ്ങൾ എവിടെ ദഹിപ്പിക്കും, ഏത് രീതിയിലായിരിക്കും സംസ്കാരം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെ നമുക്ക് കരുതണം. അത് ഒരു ഫാക്റ്റാണ്, അത് നമുക്ക് അംഗീകരിച്ചേ മതിയാകൂ. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. കാണാതായവർക്കായുള്ള തെരച്ചിൽ അത് നമ്മൾ നടത്തുന്നു. വളരെ ഊർജിതമായി തന്നെ സൈന്യം അതിന് മുന്നിലുണ്ട്, മറ്റ് രക്ഷാപ്രവർത്തകരുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, നാട്ടുകാരുണ്ട്. അവർക്ക് മനസ്സിന് കരുത്തുള്ളവരാണിപ്പോൾ. അവരിൽ മനസ്സിന് കരുത്തുള്ളവർ മാത്രമാണിപ്പോൾ ആ ഭാഗത്തേക്ക്, അവരുടെ വീടുണ്ടായിരുന്നു എന്ന് അവർ കരുതുന്ന ഭാഗത്തേക്ക് എത്തുകയും അവിടെ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ബാക്കിയുണ്ടെങ്കിൽ അത് ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മളെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിവാഹ ആൽബം മണ്ണിനടിയിൽ നിന്നെടുത്ത് ഓരോരുത്തരെയും കാണിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് കണ്ണീരോടെ പരിചയപ്പെടുത്തുന്ന ആളെയൊക്കെ നമ്മൾ കണ്ടു. സുദേവനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രത്തോളം നീർന്ന കാഴ്ചകളാണ് അവിടെയുള്ളത്. ഷബീർ തുടരുന്നുണ്ട്. ഷബീർ.